നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എജ്യൂടെക്. ടോപ്പ് ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സ് 2024 ഡിസ്കഷനാണ്. പരീക്ഷയ്ക്ക് കയറും മുന്നേ നോക്കിയിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, 2024 നടന്ന യൂറോ കപ്പ് ഫുട്ബോൾ ജേതാക്കൾ ആരാണ്? 2024 നടന്ന യൂറോ കപ്പ് ഫുട്ബോൾ ജേതാക്കൾ സ്പെയിനാണ്. സ്പെയിൻ ഫൈനലിൽ ഏത് ടീമിനെയാണ് പരാജയപ്പെടുത്തിയത്? ഇംഗ്ലണ്ടിനെയാണ് പരാജയപ്പെടുത്തിയത്. അപ്പോൾ ഫൈനലിൽ ഇംഗ്ലണ്ടിനെ 2-0 ഗോളിന് തോൽപ്പിച്ചാണ് സ്പെയിൻ ജേതാക്കളായത്. സ്പെയിനിൻ്റെ എത്രാമത് യൂറോ കപ്പ് കിരീടമാണ് എന്ന് ചോദിച്ചാൽ 4ാമത്തെ യൂറോ കപ്പ് കിരീടമാണ്. സ്പെയിൻ യൂറോ കപ്പ് നേടുന്നത് എത്രാം തവണയാണ്? 4ാം തവണ. അപ്പോൾ ഫൈനലിൽ പരാജയപ്പെടുത്തിയത് ഇംഗ്ലണ്ടിനെയാണ്. 2024 നടന്ന യൂറോ കപ്പ് ഫുട്ബോൾ ജേതാക്കളാരാ? സ്പെയിൻ. മയക്കുമരുന്ന് വിൽപ്പനയും ഉപയോഗവും തടയാൻ നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണ് യോദ്ധാവ്. മയക്കുമരുന്ന് വിൽപ്പനയും ഉപയോഗവും തടയാൻ നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരെന്താ? യോദ്ധാവ്. അന്തരീക്ഷ ഓക്സിജൻ ശ്വസിച്ച് പറക്കുന്ന ISROയുടെ ആദ്യ റോക്കറ്റ് പരീക്ഷണം അടുത്തിടെ വിജയിച്ചു. ശബ്ദത്തേക്കാൾ 6 ഇരട്ടി വേഗതയിൽ പറക്കുന്ന ഏത് റോക്കറ്റാണ് ഓക്സിജൻ ശ്വസിച്ച് പറന്നത്? റോക്കറ്റിന്റെ പേരാണ് ATV, അതായത് അഡ്വാൻസ്ഡ് ടെക്നോളജിക്കൽ വെഹിക്കിൾ. അഡ്വാൻസ്ഡ് ടെക്നോളജിക്കൽ വെഹിക്കിൾ. ഈ ചോദ്യം തന്നെ മറ്റൊരു രീതിയിൽ ചോദിക്കാം, ഞാൻ കുറച്ച് കഴിഞ്ഞ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അന്തരീക്ഷ ഓക്സിജൻ ശ്വസിച്ചു പറക്കുന്ന ISROയുടെ ആദ്യ റോക്കറ്റ് പരീക്ഷണം അടുത്തിടെ വിജയിച്ചു. ശബ്ദത്തേക്കാൾ 6 ഇരട്ടി വേഗതയിൽ പറക്കുന്ന ഏത് റോക്കറ്റാണ് ഓക്സിജൻ ശ്വസിച്ച് പറഞ്ഞത്? ATV എന്ന റോക്കറ്റാണ്. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെയും അശോക് ഹാളിൻ്റെയും പേര് അടുത്തിടെ മാറ്റുകയുണ്ടായി. പുതിയ പേരുകൾ എന്തെല്ലാമാണ്? ദർബാർ ഹാളിൻ്റെ പേര് ഗണതന്ത്ര മണ്ഡപം എന്നും അശോക് ഹാളിൻ്റെ പേര് അശോക് മണ്ഡപം എന്നുമാണ് പുനർനാമകരണം ചെയ്തത്. അപ്പോൾ ദർബാർ ഹാളിൻ്റെ പേരെന്താ? ഗണതന്ത്ര മണ്ഡപം. അശോക് ഹാളിൻ്റെ പേരെന്താണ്? അശോക് മണ്ഡപം. അപ്പോൾ നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പിൽ ഇനി വരാനിരിക്കുന്ന സെക്രട്ടേറിയറ്റ് OA മുതലായ 10th പ്രിലിംസ് പരീക്ഷകൾക്ക് വേണ്ടി സെക്രട്ടേറിയറ്റ് OA പ്രിലിംസ് ആൻഡ് മെയിൻസ് എന്ന് പറഞ്ഞിട്ട് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിസംബർ 28-നാണ് പ്രിലിംസ് എക്സാം വരുന്നത്. 10th പ്രിലിംസിൻ്റെ ഏത് പരീക്ഷയായാലും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്താൽ മതി. 10th പ്രിലിംസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 50 days ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഡിസംബർ 28-നാണല്ലോ പരീക്ഷ. 50 days ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ ക്ലാസ്സുകളെല്ലാം പ്രിലിംസ് എന്ന് പറഞ്ഞ ഫോൾഡറിനകത്താണ് ഇട്ടേക്കുന്നത്. പിന്നെ മെയിൻസിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് സ്റ്റഡി പ്ലാൻ ഉണ്ട്, വീക്ക്ലി സ്റ്റഡി പ്ലാൻ. അതിൽ Day 1 Day 2 എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് സ്റ്റഡി പ്ലാനും വീക്ക്ലി എക്സാംസും ഉണ്ട്. അതുപോലെ ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, പിന്നെ PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്. ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ LDC കോട്ടയം, കോഴിക്കോട് ജില്ലകളിലെ വരെയുള്ള റിലേറ്റഡ് ഫാക്ട്സും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹർഷിതം എജ്യൂടെക് ആപ്പിലാണ് ക്ലാസ്സുകൾ വരുന്നത്. ഇപ്പം നവരാത്രി പ്രമാണിച്ച് കോഴ്സുകൾക്കെല്ലാം അപ് ടു 500 rupees ഓഫ് ഉണ്ടായിരിക്കും. അതുപോലെ ഇപ്പോൾ നടന്നു വരുന്ന LDC, LGS മുതലായ പരീക്ഷകൾക്കും 10% ഓഫ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സുവർണ അവസരം, ഈ നല്ലൊരു വിജയദശമി ദിനത്തിൽ നല്ലൊരു തുടക്കത്തിന് വേണ്ടിയിട്ട് ആപ്പിലേക്ക് ജോയിൻ ചെയ്തോളാം. പ്ലേ സ്റ്റോറിൽ ഹർഷിതം എജ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് കിട്ടുന്നതായിരിക്കും. അടുത്ത വർഷം വരാനിരിക്കുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് കോഴ്സിന് വേണ്ടിയിട്ട് ഇപ്പോഴേ നമ്മൾ ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത വർഷം നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാൻ വേണ്ടി നിൽക്കണ്ട, ഇപ്പോഴേ പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട് പ്രിലിംസ് ആൻഡ് മെയിൻസ് ഇൻക്ലൂഡ് ആയിട്ട് VFA ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ മാസം നടക്കാനിരിക്കുന്ന കേരള ബാങ്ക് OA പരീക്ഷയ്ക്കും ബാച്ച് കോഴ്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ബാച്ച് കോഴ്സുകൾ എല്ലാം ഡിസ്കൗണ്ടോടുകൂടി ആപ്പിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എജ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് കിട്ടുന്നതായിരിക്കും. ഏഷ്യയിൽ നിന്ന് ഇന്റർനാഷണൽ ടെന്നീസ് ഹാൾ ഓഫ് ഫെയിം ബഹുമതി ലഭിക്കുന്ന ആദ്യ താരങ്ങൾ ആരെല്ലാമാണ്? ഇന്ത്യൻ ടെന്നീസ് ഇതിഹാസങ്ങളായ ലിയാൻഡർ പേസും വിജയ് അമൃതരാജും. ഏഷ്യയിൽ നിന്ന് ഇന്റർനാഷണൽ ടെന്നീസ് ഹാൾ ഓഫ് ഫെയിം ബഹുമതി ലഭിക്കുന്ന ആദ്യ താരങ്ങൾ ആരൊക്കെ? ഇന്ത്യൻ ടെന്നീസ് ഇതിഹാസങ്ങളായ ലിയാൻഡർ പേസും വിജയ് അമൃതരാജുമാണ്. ഒളിമ്പിക്സ് ഷൂട്ടിങ്ങിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് മനു ഭാക്കർ. ഒളിമ്പിക്സ് ഷൂട്ടിങ്ങിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാരാണ്? മനു ഭാക്കർ ആണ്. 2024 ലോകമാന്യ തിലക് പുരസ്കാരം ലഭിച്ച
എഴുത്തുകാരിയും രാജ്യസഭാ അംഗവും ആരാണ്? സുധാമൂർത്തി. ഇമ്പോർട്ടൻറ്റ് ചോദ്യം. 2024 ലോക്മാന്യ തിലക് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സുധാമൂർത്തിക്കാണ്. സുധാമൂർത്തി എഴുത്തുകാരിയാണ്, കൂടാതെ രാജ്യസഭാ അംഗവുമാണ്. അടുത്തിടെ ബോളിവുഡ് നടൻ ഷാറൂഖ് ഖാന്റെ ചിത്രം പതിച്ച സ്വർണ്ണ നാണയം പുറത്തിറക്കിയ മ്യൂസിയം പാരീസിലെ ഗ്രെവിൻ മ്യൂസിയമാണ്. പാരീസിലെ ഗ്രെവിൻ മ്യൂസിയം. അടുത്തിടെ ബോളിവുഡ് നടൻ ഷാറൂഖ് ഖാന്റെ ചിത്രം പതിച്ച സ്വർണ്ണ നാണയം പുറത്തിറക്കിയ മ്യൂസിയം ഏതാണ്? പാരീസിലെ ഗ്രെവിൻ മ്യൂസിയം. തുടർച്ചയായി മൂന്നാമതും വെനിസ്വേലയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് നിക്കോളാസ് മഡൂറോ. നിക്കോളാസ് മഡൂറോ ആണ് തുടർച്ചയായി മൂന്നാമതും വെനിസ്വേലയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്ത ചോദ്യം. നേപ്പാളിലെ പുതിയ പ്രധാനമന്ത്രിയായി അടുത്തിടെ അധികാരമേറ്റത് ആരാണ്? KP ശർമ്മ ഒലിയാണ്. KP ശർമ്മ ഒലി നേപ്പാളിന്റെ പുതിയ പ്രധാനമന്ത്രി. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് വരാം. 2024 നടന്ന യൂറോ കപ്പ് ഫുട്ബോൾ ജേതാക്കൾ സ്പെയിനാണ്. മയക്കുമരുന്ന് വിൽപ്പനയും ഉപയോഗവും തടയാൻ നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണ് യോദ്ധാവ്. അന്തരീക്ഷ ഓക്സിജൻ ശ്വസിച്ചു പറക്കുന്ന ISROയുടെ ആദ്യ റോക്കറ്റ് പരീക്ഷണം അടുത്തിടെ വിജയിച്ചു. ശബ്ദത്തേക്കാൾ 6 ഇരട്ടി വേഗതയിൽ പറക്കുന്ന ഏത് റോക്കറ്റാണ് ഓക്സിജൻ ശ്വസിച്ചു പറഞ്ഞത്? ATV എന്ന റോക്കറ്റാണ്. ATVയുടെ ഫുൾ ഫോം അഡ്വാൻസ്ഡ് ടെക്നോളജിക്കൽ വെഹിക്കിൾ. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര് ഗണതന്ത്ര മണ്ഡപം. അശോക് ഹാളിന്റെ പുതിയ പേര് അശോക് മണ്ഡപം. ഏഷ്യയിൽ നിന്ന് ഇന്റർനാഷണൽ ടെന്നീസ് ഹാൾ ഓഫ് ഫെയിം ബഹുമതി ലഭിക്കുന്ന ആദ്യ താരങ്ങൾ ലിയാൻഡർ പേസും വിജയ് അമൃതരാജുമാണ്. ഒളിമ്പിക്സ് ഷൂട്ടിംഗിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് മനു ഭാക്കർ. 2024 ലോക്മാന്യ തിലക് പുരസ്കാരം ലഭിച്ച എഴുത്തുകാരിയും രാജ്യസഭാ അംഗവും സുധാമൂർത്തിയാണ്. അടുത്തിടെ ബോളിവുഡ് നടൻ ഷാറൂഖ് ഖാന്റെ ചിത്രം പതിച്ച സ്വർണ്ണ നാണയം പുറത്തിറക്കിയ മ്യൂസിയമാണ് പാരീസിലെ ഗ്രെവിൻ മ്യൂസിയം. തുടർച്ചയായി മൂന്നാമതും വെനിസ്വേലയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് നിക്കോളാസ് മഡൂറോ. നേപ്പാളിലെ പുതിയ പ്രധാനമന്ത്രി KP ശർമ്മ ഒലി. അടുത്ത ചോദ്യം. അടുത്തിടെ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഉർസുല വോൺ ഡെർ ലെയ്ൻ ആണ്. അടുത്തിടെ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഉർസുല വോൺ ഡെർ ലെയ്ൻ. അടുത്തിടെ അമേരിക്കയിലെ ഇന്ത്യൻ സ്ഥാനപതിയായി നിയമിതനായത് ആര്? വിനയ് മോഹൻ ഖാത്ര. വിനയ് മോഹൻ ഖാത്രയാണ് അടുത്തിടെ അമേരിക്കയിലെ ഇന്ത്യൻ സ്ഥാനപതിയായി നിയമിതനായത്. പുതിയ കേരള ലോകായുക്തയായി നിയമിതനായത് ആരാ? ജസ്റ്റിസ് N അനിൽ കുമാർ. ഒരുപാട് നിയമനങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. പുതിയ കേരള ലോകായുക്തയായി നിയമിതനായത് ആരാണ്? ജസ്റ്റിസ് N അനിൽ കുമാർ ആണ്. പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണറായി നിയമിതനായ മലയാളി ആരാണ്? കൈലാസ് നാഥ് ആണ്. കൈലാസ് നാഥ്. അടുത്ത ചോദ്യം. അടുത്തിടെ അന്തരിച്ച മാർത്താണ്ഡവർമ്മ ശങ്കരൻ വല്യത്താൻ എന്ന MS വല്യത്താൻ ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു? ചാൻസ് ഉള്ള ചോദ്യമാണ്. അടുത്തിടെ അന്തരിച്ച മാർത്താണ്ഡവർമ്മ ശങ്കരൻ വല്യത്താൻ എന്ന MS വല്യത്താൻ പ്രശസ്ത ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധനായിരുന്നു. പ്രശസ്ത ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ. 2024 ജൂലൈ 31 ഉരുൾപൊട്ടലുണ്ടായ വയനാട്ടിലെ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? മുണ്ടക്കൈയും ചൂരൽമലയുമാണ്. മുണ്ടക്കൈയും ചൂരൽമല. വയനാട്ടിൽ 2024 ജൂലൈ 31 ഉരുൾപൊട്ടൽ ഉണ്ടായത്. കരസേന മെഡിക്കൽ സർവീസസിലെ ആദ്യ വനിതാ ഡയറക്ടർ ജനറലായി അടുത്തിടെ നിയമിതയായത് ലഫ്റ്റനന്റ് ജനറൽ സാധന സക്സേന നായരാണ്. ഇപ്പോൾ കരസേന മെഡിക്കൽ സർവീസസിലെ ആദ്യ വനിതാ ഡയറക്ടർ ജനറലായി അടുത്തിടെ നിയമിതയായത് ആരാണ്? ലഫ്റ്റനന്റ് ജനറൽ സാധന സക്സേന നായർ. 2024 ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരക അവാർഡ് ലഭിച്ചത് ആർക്ക്? ചാൻസ് ഉള്ള ചോദ്യം. ടി പത്മനാഭനാണ് ലഭിച്ചത്. 2024 ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരക അവാർഡ്. കേരള സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണറായി നിയമിതനായത് ആര്? ഡോക്ടർ PT ബാബുരാജ് ആണ്. ഡോക്ടർ PT ബാബുരാജ് കേരള സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണറായി നിയമിതനായി. അടുത്തിടെ ഏത് രാജ്യത്താണ് നൊബേൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ അധികാരമേറ്റത്? ബംഗ്ലാദേശിലാണ്. ബംഗ്ലാദേശ്. ഓക്കെ. അപ്പോൾ ഇത്രയും ചോദ്യം ഒന്നുകൂടെ ഒന്ന് നോക്കിയിട്ട് വരാം. ചോദ്യം. അടുത്തിടെ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഉർസുല വോൺ ഡെർ ലെയ്ൻ.
അടുത്തിടെ അമേരിക്കയിലെ ഇന്ത്യൻ സ്ഥാനപതിയായി നിയമിതനായത് വിനയ് മോഹൻ ഖാത്ര. പുതിയ കേരള ലോകായുക്തയുടെ പേര് ജസ്റ്റിസ് എൻ അനിൽകുമാർ. പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണറായി നിയമിതനായ മലയാളി കൈലാസ് നാഥ്. MS വല്യത്താൻ എന്ന മാർത്താണ്ഡവർമ്മ ശങ്കരൻ വല്യത്താൻ പ്രശസ്ത ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധനായിരുന്നു. അദ്ദേഹം അടുത്തിടെ അന്തരിച്ചു. 2024 ജൂലൈ 31 ഉരുൾപൊട്ടലുണ്ടായ വയനാട്ടിലെ പ്രദേശങ്ങൾ മുണ്ടക്കൈ, ചൂരൽമല എന്നിവിടങ്ങളാണ്. കരസേന മെഡിക്കൽ സർവീസസിലെ ആദ്യ വനിതാ ഡയറക്ടർ ജനറലായി നിയമിതയായത് ലഫ്റ്റനന്റ് ജനറൽ സാധന സക്സേന നായർ. 2024 ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരക അവാർഡ് ലഭിച്ചത് T. പത്മനാഭൻ. കേരള സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണറായി നിയമിതനായത് ഡോക്ടർ PT ബാബുരാജാണ്. അടുത്തിടെ ഏത് രാജ്യത്താണ് നൊബേൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ അധികാരമേറ്റത്? ബംഗ്ലാദേശിലാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 20 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. എല്ലാം പ്രധാനപ്പെട്ട ഫാക്ട്സ് ആണ്. പരീക്ഷയ്ക്ക് കയറുന്നതിന് മുന്നേ ഒന്ന് നോക്കിയിട്ട് പോവാം. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പിൽ ഇനി വരുന്ന പരീക്ഷകൾക്ക് കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴാകുമ്പോൾ നവരാത്രി പ്രമാണിച്ച് ഓഫറും ഉണ്ടായിരിക്കും. ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.